അപ്പോൾ ഞാനിന്ന് കാണിക്കുന്നത് നല്ല പൂ പോലത്തെ നല്ല സോഫ്റ്റായ ഇഡ്ഡലിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് നേരം മാവൊക്കെ കൈ കൊണ്ട് കുഴച്ച് സമയം കളയേണ്ട, കൈ വേദനിക്കില്ല, നല്ല എളുപ്പത്തിലൊരു ട്രിക്കാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഉഴുന്ന് വെള്ളത്തിലിടാണ്. അപ്പോൾ ഈ ഗ്ലാസ്സിൽ 2 ഗ്ലാസ് ഉഴുന്നാണ് എടുക്കുന്നത്. അപ്പോൾ 2 ഗ്ലാസ് ഉഴുന്നിന് 4 ഗ്ലാസ് അരിയാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ 2 ഗ്ലാസ് ഉഴുന്നെടുത്തിട്ട് നന്നായിട്ട് കഴുകി വെള്ളത്തിലിട്ട് കുതിർത്തിയെടുക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇത് കഴുകി വാരിയിട്ട് നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ 2 ഗ്ലാസ് ഉഴുന്നിന് 4 ഗ്ലാസ് പച്ചരിയാണ് എടുക്കുന്നത്. അപ്പോൾ പച്ചരി ഞാൻ ഒരുപാട് കഴുകി കുതിർത്തിയിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കും. അപ്പോൾ നമ്മുടെ ആവശ്യത്തിന് എടുക്കാനായിട്ട് എളുപ്പമാണ് കേട്ടോ. അങ്ങനെയാണ് ഞാൻ ചെയ്യണത്. അപ്പോൾ അതിൽ നിന്ന് ഒരു 4 ഗ്ലാസ് അരി എടുക്കുകയാണ്. ഇത് റേഷൻ കടയിൽ നിന്ന് വാങ്ങിച്ച പച്ചരിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ എളുപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അരിയും ഉഴുന്നും എല്ലാം ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഉപ്പും വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ മിക്സിയിലിട്ട് എല്ലാം മിക്സായി വന്നോളും. പിന്നെ നമ്മൾ അരി ഉഴുന്ന് സെപ്പറേറ്റ് അരച്ചിട്ട് പിന്നെ ഒരുപാട് നേരം കൈ കൊണ്ട് കുഴച്ച് കൈ വേദനിക്കില്ല, സമയം പോകില്ല കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെയാണ് ചെയ്യുന്നത്. വളരെ എളുപ്പമാണ്. ആദ്യം വേറെ അരച്ചെടുത്തിട്ട് കുഴച്ചെടുക്കാറുണ്ട്. അപ്പോൾ അതിലെളുപ്പം ഇങ്ങനെ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കുകയാണ്. ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചെടുക്കണില്ല. അരിയിൽ കുതിർന്ന് വന്നതിൻ്റെ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടാവും. അപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഉഴുന്ന് വട ഉണ്ടാക്കാനുള്ള പരുവത്തിലാണ് അരഞ്ഞ് വന്നേക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തിട്ട് ഒന്ന് ലൂസാക്കി എടുക്കുകയാണ്. അപ്പോൾ ഒരുപാട് കട്ടിയിൽ മാവ് ഇരുന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല കട്ടി പോലെ ഇരിക്കും. അപ്പോൾ ഇത്തിരി വെള്ളം ഒഴിച്ചൊന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ അങ്ങനെ എല്ലാം അരിയും ഉഴുന്നും കൂടി അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ എല്ലാ അരിയും ഉഴുന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഞാനതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് മിക്സ് ആകാൻ വേണ്ടിയിട്ട് മാത്രം ഞാനൊന്ന് ഇതേപോലെ ഇളക്കി കൊടുക്കണുള്ളൂ. അത് മിക്സ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇളക്കി കൊടുക്കണ്ട കേട്ടോ. ഇത്ര നേരം ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ മിക്സിയുടെ ജാറ് കഴുകിയിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഒരുപാട് നേരം നമ്മൾ ആദ്യം അരി ഉഴുന്നൊക്കെ അരച്ചിട്ട് ഒരുപാട് നേരം ഇങ്ങനെ മിക്സ് ചെയ്ത് സമയം പോകും. അപ്പോൾ അങ്ങനെ ചെയ്യണ്ട കേട്ടോ. ഉപ്പിട്ടപ്പോൾ മാത്രം ഒന്ന് ഇളക്കി കൊടുത്തോളൂ. അപ്പോൾ പിറ്റേന്ന് രാവിലെ മാവൊക്കെ നന്നായിട്ട് പൊങ്ങി നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല പഞ്ഞി പോലത്തെ മാവായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. റേഷൻ അരിയാണ്, എന്നാലും നല്ല അടിപൊളിയായിട്ട് നല്ല സൂപ്പർ മാവായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരളവിൽ നമ്മൾ അരി ഉഴുന്നെടുക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റായിട്ടുള്ള ഉഴുന്നുണ്ടാക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഉഴുന്ന് എത്രയാണ് എടുക്കേണ്ടത് അതിൻ്റെ ഇരട്ടി അരി എടുക്കുക. അപ്പോൾ നമ്മൾ ഇഡ്ഡലി തട്ടിൽ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ പറ്റി കൊടുത്തിട്ട് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒട്ടിപ്പിടിക്കാതെ നമുക്ക് ഇഡ്ഡലി വിടിയിച്ചെടുക്കാം. ഇത് റേഷൻ കടയിൽ നിന്ന് മേടിച്ച അരി ആയതുകൊണ്ട് കുറച്ച് പശയൊക്കെ ഉണ്ട്, എന്നാലും നല്ല അടിപൊളിയായിട്ടുള്ള ഇഡ്ഡലി നമുക്ക് റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ചെറിയതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് ഇഡ്ഡലി തട്ടിൽ നിന്ന് വിടിയിച്ചെടുക്കാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല സോഫ്റ്റായിട്ടുള്ള പഞ്ഞി പോലത്തെ ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ എളുപ്പത്തിൽ ഇഡ്ഡലി ഉണ്ടാക്കാൻ അറിയാൻ പാടില്ലാത്തവർ ഈ ട്രിക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. വളരെ എളുപ്പമാണ്. മിക്സിയിലിട്ട് അടിച്ചതിന് ശേഷം പിന്നെ നമ്മൾ മിക്സ് ചെയ്യണ്ട. അപ്പോൾ ഇഡ്ഡലിയൊക്കെ ആവശ്യത്തിന് ഉണ്ടാക്കിയിട്ട് കുറച്ച് മാവ് ബാക്കിയുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിലൊക്കെ ആണെങ്കിൽ പിന്നെ ദോശ ഇഡ്ഡലി ഉണ്ടാക്കുക. പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള ചമ്മന്തിയാണ് ശരിയാക്കണത്. അപ്പോൾ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിന് കുറച്ച് മല്ലിയില ഇട്ട് പിന്നെ ഇഞ്ചി, ചുവന്നുള്ളിയും പച്ചമുളകും ഇട്ടെടുത്തിട്ടുണ്ട്. മല്ലിയിലയും പുതിനയിലും ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. പിന്നെ പുളിക്ക് ആവശ്യമുള്ള കുറച്ച് വാളംപുളി, ഉപ്പ് ഇതെല്ലാം ഇട്ട് ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ട് നല്ല കടുകും എണ്ണയൊക്കെ വറുത്ത് നല്ല അടിപൊളി ചമ്മന്തി ഉണ്ടാക്കാം. അപ്പോൾ ചമ്മന്തിക്കുള്ള തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട്. ഞാൻ കടുക് വറുത്തിടാം. വെളിച്ചെണ്ണ ചൂടാതിന് ശേഷം കടുക് വറുത്തിട്ട് അതിലേക്ക് വേപ്പില, ഉണക്കമുളക് ഇട്ടിട്ട് നമ്മൾ ചമ്മന്തിയുടെ കൂട്ടൊഴിച്ച് കൊടുക്കുക. അപ്പോൾ ഒരുപാട് നേരം തിളക്കണ്ട. ചൂടോടുകൂടി 1-2 തിളക്കും.
അത്രയും മതി കേട്ടോ. അത് കഴിയുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിടാം. അപ്പം നല്ല പുതിന ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. പിന്നെ സാമ്പാർ തലേ ദിവസത്തെ സാമ്പാറാണ് കേട്ടോ. അപ്പോൾ ഇത്രയും ഉണ്ടാക്കിയുള്ളൂ. അപ്പോൾ ഇഡ്ഡലിക്ക് ഇത്തിരി വെള്ളം പോലത്തെ ചമ്മന്തിയാണ് നല്ലത്. അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇഡ്ഡലിക്കായതുകൊണ്ട് ഇത്തിരി ലൂസായിട്ടുള്ള ചമ്മന്തി വേണം. ദോശക്കൊക്കെ ആണെങ്കിൽ നല്ല കട്ടിയുള്ള ചമ്മന്തിയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ തലേ ദിവസത്തെ സാമ്പാറും രാവിലെ ഫ്രഷായിട്ട് ഉണ്ടാക്കിയ നല്ല ചമ്മന്തിയും കൂട്ടി മിക്സ് ചെയ്ത് കഴിക്കാൻ അടിപൊളി എന്ന് പറഞ്ഞ പോലെ അടിപൊളി സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇഡ്ഡലി സോഫ്റ്റായിട്ട് കിട്ടാൻ ഇതേപോലെ കറക്റ്റ് അളവിലെടുത്ത് നോക്കുക. അപ്പോൾ നല്ല സോഫ്റ്റായിട്ടുള്ള ഇഡ്ഡലി കിട്ടും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക.